വെൽക്കം ടു അവർ ചാനൽ ഈസി ഹിന്ദി ക്ലാസ്. നമുക്കിന്ന് 5ാം ക്ലാസ്സിലെ സെക്കൻഡ് ടേം എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ക്രിസ്മസ് പരീക്ഷയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ. പരീക്ഷയ്ക്ക് ഉറപ്പായും പഠിച്ചിട്ട് പോകേണ്ട കാര്യങ്ങളും വീഡിയോയിൽ പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാൻ ശ്രമിക്കുക. ഒന്നാമത്തെ ചോദ്യം, ഇതിനകത്ത് കവിതാംശു പഠ്കർ പ്രശ്നോങ്കി ഉത്തർ ലിഖെ എന്നാണ് ചോദ്യം. ഈ കവിത വായിച്ചിട്ട് ഇതിനകത്തെ ഉത്തരങ്ങൾ കണ്ടെത്തുക. ഇതിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കവിതാസി തുക്കാന്ത് ശബ്ദ് ചുൻക ലിഖെ. കവിതയിൽ നിന്ന് തുക്കാന്ത് ശബ്ദം കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലും ഇതേപോലൊരു ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് തുക്കാന്ത് ശബ്ദ് കണ്ടെത്തുന്നത്? ഒരു കവിതയിലെ അടുപ്പിച്ചുള്ള വരികളിൽ ഒരേപോലത്തെ വാക്കുകളിൽ അവസാനിക്കുകയാണെങ്കിൽ അതാണ് തുക്കാന്ത് ശബ്ദ് എന്ന് പറയുന്നത്. വരികളുടെ അവസാനം ഒരേപോലെ തോന്നുന്നുണ്ടെങ്കിൽ. ഇവിടെ 2 സെറ്റ് തുക്കാന്ത് ശബ്ദമുണ്ട്. ഒന്നാമത്തത് ലഗാത്തെ ബജാത്തെ, രണ്ടാമത്തത് സുനാത്ത ദിഖാത്ത. ഒരേപോലെയാണ് ഇത് അവസാനിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ തുക്കാന്ത് ശബ്ദ് എന്ന് പറയുന്നത്. ഇത് രണ്ടുമാണ് അതിൻ്റെ ഉത്തരമായി വരുന്നത്. ഇതിനകത്തെ അടുത്ത ചോദ്യം ആവാസ് പഹചാൻ കർക്കെ ലിഖെ. ശബ്ദം തിരിച്ചറിഞ്ഞ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ ഉത്തരങ്ങളായി വരുന്നത് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. ചൻ, ടെർ, പി എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഈ കവിതയിൽ നോക്കിയാൽ തന്നെ നമുക്കതിൻ്റെ ഉത്തരം ഈസി ആയിട്ട് കണ്ടെത്താൻ വേണ്ടി സാധിക്കും. മേഢക് ടർ, പപ്പീഹ പി, ചീങ്കൂർ ചൻ. അടുത്ത ക്വസ്റ്റ്യൻ സഹി മിലാൻ കരെ. ശരിയായത് യോജിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 2 സന്ദ്രെ 2 ഓറഞ്ച്, ഗൂംനെ നിഗലെ. 2 സന്ദ്രെ ഗൂംനെ നിഗലെ. एक भालू सामने आया, आंखों में जलन होने लगी, दोनों संतरे खूब हंसे, ബാലു ചുപ്ചാപ്പ് പിസക് ഗയ. ഇങ്ങനെയാണ് ഇതിൻ്റെ ഉത്തരം. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് തരണേ. അടുത്ത ചോദ്യം നോക്കാം. ചിത്രത്തിലെ വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കാനാണ് ക്വസ്റ്റ്യൻ. ഇതിൻ്റെ ഉത്തരങ്ങൾ ഇവിടെ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ചിത്രത്തിൽ ഒരു മരമാണുള്ളത്. 1 എന്നുള്ളതിന് എന്താണ് ഹിന്ദിയിൽ പറയുന്നത്? ഏക്ക് എന്ന് അവിടെ എഴുതുക. രണ്ടാമത്തെ ചിത്രത്തിൽ 2 മീനുകളാണുള്ളത്. 2 മച്ചലിയ. അപ്പോൾ 2 2 എന്ന് അവിടെ എഴുതുക. അടുത്തത് തിത്തലി, 3 തിത്തലിയുണ്ട്, അതുകൊണ്ട് 3. അടുത്തത് ആം, മാങ്ങ, 4 മാങ്ങയുണ്ട്, അതുകൊണ്ട് 4 എന്ന് എഴുതുക. അടുത്തത് 5 പൂക്കളാണുള്ളത്, അതുകൊണ്ട് 5 എന്ന് എഴുതുക. ഈ ചോദ്യം പരീക്ഷയ്ക്ക് ഉറപ്പായും വരുന്നതാണ്. എല്ലാവരും നമ്പർ പഠിച്ചു വെക്കുക. 1 2 3 എന്ന നമ്പറുകൾ പഠിച്ചു വെക്കുക. അത് ഉറപ്പായും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അടുത്ത ക്വസ്റ്റ്യൻ കവിതാംശുക്കു ക്രമബദ്ധ കർക്കെ ലിഖെ. ഇവിടെ ഒരു കവിതയുടെ കുറച്ച് ഭാഗം തന്നിട്ടുണ്ട്. നമ്മൾ പഠിച്ച കവിത തന്നെയാണ്. ഇവിടെ ഇതിൻ്റെ വരികൾ തെറ്റിച്ചാണ് കൊടുത്തിട്ടുള്ളത്. ഇത് ഓർഡർ ആക്കിയിട്ട് എഴുതണം. ഉത്തരം ഇതിൻ്റെ കറക്റ്റായ ഓർഡർ സൈഡിൽ കൊടുക്കുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഉത്തരം. ഇതിലെ രണ്ടാമത്തെ ചോദ്യമാണ് താഴെ കൊടുത്തിരിക്കുന്ന ആശയം വരുന്ന വരി കവിതയിൽ നിന്ന് എടുത്തെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ കൊടുത്തിട്ടുള്ളത് ദൂൽ ആംഗേം ബന്ധുക്കർ ഗോജുത്തേഹെ. പൊടി കണ്ണടച്ച് അന്വേഷിക്കുന്നു. ഇത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഇവിടെ തന്നിരിക്കുന്ന ഈ സെൻറ്റൻസിലുള്ള വാക്കുകൾ എവിടെയാണ്, കവിതയുടെ ഏത് വരിയിലാണെന്ന് നോക്കുക. ഇവിടെ ഗോജുത്തി എന്ന് കൊടുത്തിട്ടുണ്ട്. കവിതയിലും ലാസ്റ്റത്തെ വരിയിൽ ഗോജുത്തി എന്ന് കൊടുത്തിട്ടുണ്ട്. ദൂൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ആംഖേം എന്നുണ്ട് ഈ ലാസ്റ്റത്തെ വരിയിൽ, അവസാനത്തെ വരിയിൽ. അപ്പോൾ ഈ അവസാനത്തെ വരിയാണ് ഇതിൻ്റെ ഉത്തരമായി വരുന്നത്. അർത്ഥം അറിയത്തില്ലാത്തവർക്ക് ഇങ്ങനെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. അടുത്ത ചോദ്യം പോസ്റ്റർ തയ്യാറാക്കാനാണ്. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഒരു പോസ്റ്റർ തയ്യാറാക്കിയിട്ടുണ്ട്. അതേ ചോദ്യം തന്നെയാണ്. पेड़ लगाए हरियाली फैलाए संदेश वाक्य जोड़कर പോസ്റ്റർ തയ്യാർ കരെ. പേട് ലഗായെ ഹരിയാലി ഫൈലായെ എന്ന സന്ദേശവാക്യം ഉപയോഗിച്ചാണ് പോസ്റ്റർ നമുക്ക് തയ്യാറാക്കേണ്ടത്. അപ്പോൾ പോസ്റ്റർ എന്താണ് പോസ്റ്ററിൽ എഴുതേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. പോസ്റ്റർ എഴുതേണ്ട വാക്യം ഡബിൾ ഇൻവേർട്ടഡ് കോമയുടെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ടാകും. അങ്ങനെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഇത് ഈസിയായി കണ്ടുപിടിക്കാനുള്ള ട്രിക്കാണ് പറഞ്ഞു തരുന്നത്. ഡബിൾ ഇൻവേർട്ടഡ് കോമയുടെ ഉള്ളിലുള്ളതായിരിക്കും നിങ്ങൾ പോസ്റ്ററിൽ എഴുതേണ്ടത്. ഈ വാക്ക് എഴുതിയിട്ട് മരത്തെക്കുറിച്ച് ആയതുകൊണ്ട് തന്നെ
ഒരു മരത്തിൻ്റെ ചിത്രമൊക്കെ വരച്ച് പോസ്റ്റർ തയ്യാറാക്കുക. അടുത്ത ചോദ്യം ഹവ ഔർ ധൂൽ എന്ന പാഠഭാഗത്തിൽ തന്നെയാണ്. ഇതും ചേരുംപടി ചേർക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ശരിയായ തമ്മിൽ യോജിപ്പിക്കുക. ഇതെങ്ങനെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം? കവിതയിലെ ഒരു വരിയുടെ ആദ്യ ഭാഗവും അവസാന ഭാഗവും തമ്മിലാണ് നമ്മൾ യോജിപ്പിക്കേണ്ടത്. ഇത് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാം. ഉടി ഹവാ കി പീച്ചെ പീച്ചെ ഹവാ ഹോ ഗയി ധൂൽ കെ നീച്ചെ സോത്തി ധൂൽ അചാനക് ജാഗ്. അടുത്തൊരു ചോദ്യം ധൂൽ കെ ബദലെ ഗഡ ജോഡ്കർ കവിത ലിഖി. ധൂൽ എന്ന സ്ഥലത്ത് ഗഡ മേഘം എന്ന് ചേർത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തൊരു ചോദ്യവും തന്നിരിക്കുന്ന ചിത്രങ്ങൾ അതിൻ്റെ പേരുമായി യോജിപ്പിക്കാനുള്ളതാണ്. അണ്ണാന് ഹിന്ദിയിൽ എന്താണ് പറയുന്നത്? ഗിൽഹരി. രണ്ടാമത്തെ പക്ഷി ചിടിയ, ഞണ്ട് കെങ്കിട, പൂമ്പാറ്റ തിത്തലി, കുരങ്ങൻ ബന്ദർ. അടുത്ത ചോദ്യം കഹാനിക്ക് ഘടനാവോ ക്രമബദ്ധ കരെ. കഥയെ ക്രമമായിട്ട് എഴുതാനാണ്. ഇത് നടന്ന ഓർഡറിൽ എഴുതാനാണ്. ഒന്നാമത്തത് ദോ സന്ദ്രെ ഘൂംനെ നികലെ. 2 ഓറഞ്ചും ചുറ്റിക്കറങ്ങാൻ ഇറങ്ങി. 2 ബാല് സന്ദ്രേക്കോ ഗാനെ വാലാത്ത. 3 സന്ദ്രയ്ക്ക് രസസെ ആംഖോമേ ജലൻ ഹുയി. 4 ബാലുനെ സന്ദ്രേക്കോ ഫേങ് ദിയ. 5 ദോനോ സന്ദ്രെ ഗൂബ് ഹസെ. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായ ഒരു ലൈക്ക് തരണേ. ബാക്കി കൂട്ടുകാർക്കെല്ലാം അയച്ചു കൊടുക്കണേ.